ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇന്ന് 6 മണിക്കായിരുന്നു എമ്പുരാൻ റിലീസ് ചെയ്തത്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. അമ്മാതിരി ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻസ് ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ ഭാഗമായിട്ട് വന്നത്. സിനിമയുടെ റിലീസിന് ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടാത്തൊരു ഹൈപ്പ്. ഇന്റർനാഷണൽ അല്ല, ഹോളിവുഡ് ലെവലിലേക്കാണ് നമ്മുടെ എമ്പുരാൻ സിനിമ പോയത്. എന്തായാലും സിനിമയുടെ ഒരു ഹൈപ്പിനൊത്തിട്ട് ഈ സിനിമ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഓൾറെഡി ഫസ്റ്റ് ഹാഫ് റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. എനിക്കൊരു ആവറേജ് ഫീലാണ് ചെയ്തത്. കാരണം സിനിമ ഒരു സ്ലോ പേസിലായിരുന്നു. അത് അതിൻ്റെ ഒരു കഥയിലേക്ക് എത്താനായിട്ടുള്ള ഒരു താമസമാണ്. അതിങ്ങനെ പതുക്കെയാണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ടൊവിനോ തോമസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. പിന്നീട് മഞ്ജു വാര്യർ, അവരുടെ ആ ഒരു രാഷ്ട്രീയം. അപ്പം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ മുരളി ഗോപിയുടെ പൊളിറ്റിക്സ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് പല ആൾക്കാർക്കിട്ടും കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി എഴുതിയിരിക്കുന്നതും. ചില ഡയലോഗൊക്കെ അത് അസ്ഥാനത്ത് കൊള്ളുന്ന രീതിയിലാണ്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ മുളച്ചു വരുന്ന ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരും കോൺഗ്രസും തമ്മിൽ എങ്ങനെയാണ്, മറ്റേ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതി കാണിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു തുടക്കം ഒരു 15-25 മിനിറ്റോളം നമ്മുടെ മൊത്തം ഹിന്ദിയാണ്. അതായത് നമ്മുടെ ബജ്രംഗി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോസ് ചെയ്യുന്നതും ആ പുള്ളിയുടെ ആ സംഭവങ്ങൾ കാണിക്കുന്നതും പുള്ളി പിന്നെ കേരളത്തിലേക്ക് വരാൻ പോകുന്നതും നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ലണ്ടനാണ് കാണിക്കുന്നത്. ലണ്ടനിൽ നമ്മുടെ എബ്രഹാം ഖുറൈഷിയുടെ എൻട്രിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം അത് സ്പോയിലല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എന്തായാലും കാണിക്കുമല്ലോ. അപ്പം എൻട്രി എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ എൻട്രി കാണിക്കുന്നത് നമ്മുടെ ഹെലികോപ്റ്ററിനകത്തുള്ള ഒരു കിഡിലൻ ഫയറിങ്ങോടുകൂടിയാണ് ആ എൻട്രി കാണിക്കുന്നത്. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ നമ്മുടെ മസൂദ് ആ സ്ഥലത്ത് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വെച്ചാൽ അവിടെ ഒന്നും വന്നില്ല. എന്താണെങ്കിലും സിനിമയുടെ ഇനി പോസിറ്റീവ് ഘടകത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ക്വാളിറ്റി നോ കോംപ്രമൈസ് ആണ്. കിഡിലൻ ക്വാളിറ്റിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൃഥ്വിരാജ് മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ലൂസിഫർ സിനിമ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ പറയാം. അപ്പം അവസാനം പിന്നീട് ഇറാഖ് കാണിക്കുന്നു. അങ്ങനെ ചില സംഭവങ്ങളിലൂടെയാണ് എബ്രഹാം ഖുറൈഷിയുടെ കഥ പറഞ്ഞു പോകുന്നത്. കേരളത്തിൽ ഒരാവശ്യം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ എബ്രഹാം ഖുറൈഷി, അതായത് നമ്മുടെ ലൂസിഫർ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ആ ഒരു തന്ത്രപ്പാടിൽ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നിർത്തി സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒരു പുഷിങ് അങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് ഗ്രാഫ് ഇങ്ങനെ താഴും, പിന്നെ മേളോട്ട് പോകും. ആ സമയത്താണ് നമ്മുടെ മസൂദിൻ്റെ ഒരു എൻട്രി, കിഡിലൻ എൻട്രി ആയിരുന്നു. ഇറാഖിലുള്ള ഒരു ഫൈറ്റ് സീനാണത്. അതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിനെ കാണിക്കുന്നുണ്ട്. മാസമായിരുന്നു കേട്ടോ പൃഥ്വിരാജിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു സ്വാഗ്, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സ്വാഗ്, അത് വേറെ ലെവല് സംഭവമാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഈ കൊടുത്തിട്ടുള്ളൊരു ഹൈപ്പ്, ആ ഹൈപ്പിനൊത്ത് സിനിമ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയധികം ഇതിനായിട്ട് പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു ഇൻ്റർനാഷണൽ ഹോളിവുഡ് ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇല്ലാന്ന് ഒരു അഭിപ്രായമുള്ളൂ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ കണക്ക് മുരളി ഗോപി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ഡയറക്ടറിൻ്റെ പൊളിറ്റിക്സ് എന്താണോ അത് കൃത്യമായിട്ട് ഈ സിനിമ കാണിക്കുന്നുണ്ട്. അത് പലർക്കും കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും, അതിനകത്ത് ഒരു സംശയമില്ല. പിന്നെ ലാലേട്ടൻ്റെ ഒരു സ്വാഗ്, ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക്, ഒരു അപ്പിയറൻസ് ഒക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് സിനിമയ്ക്കകത്തേക്ക് വരുന്നത് തന്നെ, എൻട്രി ആകുന്നത് തന്നെ. പിന്നീട് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോഡ് ഉണ്ട് ലാലേട്ടൻ്റെ. അത് നമ്മുടെ പഴയ സാധനം സ്റ്റീഫൻ നെടുമ്പള്ളി ആ മുണ്ടും മടക്കി കുത്തി ആ മീശയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വിധിച്ച് വരുന്ന ആ ഒരു സാധനം പൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അത് ഗംഭീര ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് നൽകിയിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഞാൻ ഒന്നുകൂടെ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് സിനിമ. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഐമാക്സിൽ കണ്ടിട്ട് കൃത്യമായ രീതിയിൽ എന്താണ് എന്നുള്ളത് ഞാൻ ഒരു റിവ്യൂ കൂടെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ മഞ്ജു വാര്യർ, അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ടൊവിനോ തോമസ് മുഖ്യമന്ത്രിയാണ്. പിന്നെ ഇതിൻ്റെ എൻഡിൽ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞായിരുന്നു, നിങ്ങൾ ആരും എണ്ണിറ്റ് പോകരുത്, ഇതിൻ്റെ എൻഡ് നിങ്ങൾ കാണണം. അതായത് എമ്പുരാൻ്റെ 3 അത് കാണിക്കുന്ന ഒരു സാധനം. അതായത് നമ്മുടെ എബ്രഹാം ഖുറൈഷി എന്തായിരുന്നു എന്നുള്ളത് ഇപ്പം നമ്മൾ കണ്ടു. ഇനിയിപ്പം ചെറുപ്പം എന്താണ് എന്നുള്ളത് നമുക്ക് കാണണമല്ലോ അല്ലേ, അതിനെക്കുറിച്ചിട്ടായിരുന്നു ആ ഒരു സാധനം പറഞ്ഞത്. അത് ഞാൻ ആളെ പറയുന്നില്ല. പിന്നെ നമ്മുടെ ഡ്രാഗൻ്റെ കാര്യവും ഞാൻ പറയുന്നില്ല, കാരണം അത് സസ്പെൻസ് ആണ്. ഞാനത് പറഞ്ഞാൽ സ്പോയിലായി പോകുന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. അത് ആരാണ് അല്ലെങ്കിൽ അതെന്താണ്, ഈ ഡ്രാഗൻ എന്തിനാണ് ഇത്രയധികം
പിന്നെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ഈ സിനിമയ്ക്കകത്ത് കൊടുത്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല, അത് ആരാണെന്നോ എന്താണെന്നോ. പക്ഷെ പല ആൾക്കാരും ഒരു പക്ഷേ ചിലപ്പോൾ അതെടുത്ത് ലീക്ക് ആക്കിയിട്ടുണ്ടാവും. എന്തായാലും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി കഥ എഴുതി സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള സിനിമ, നമ്മുടെ ലാലേട്ടൻ നായകനായിട്ടെത്തിയ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കൂളിളക്കം സൃഷ്ടിച്ചെത്തിയിട്ടുള്ള ഈ ഒരു സിനിമ എൻ്റെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് അതിന് മുകളിലേക്ക് ഈ സിനിമ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇനി കാണുന്ന പല ആൾക്കാർക്കും പല വ്യൂ പോയിന്റിലാണ് നിങ്ങൾ സിനിമ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും